ഇന്ന് ഫെബ്രുവരി 14 തീയതിയാണ്. നമ്മുടെ ഇന്ത്യക്കാർ എല്ലാവരും വളരെ സങ്കടത്തോടു കൂടി നോക്കിക്കാണുന്നൊരു ദിവസമാണ്. നമ്മളെ ഇന്ത്യൻ ആർമി ഓഫീസർമാർ, നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാവർക്കും എല്ലാവരുടെയും ഒരു പ്രണാമം. അതുപോലെ തന്നെ ഇന്ന് പ്രണയ ദിനമാണ്. പ്രണയ ദിനമായിട്ട് നമ്മുടെ വീടിനടുത്തായിട്ടൊരു മോന് ഇന്നലെ തൂങ്ങി മരിച്ച്. എന്തോ കാര്യമൊന്നും അറിയത്തില്ല. 16-17 വയസ്സേ ഉള്ളൂ മോന്. പക്ഷേ എന്തുവാണെങ്കിലും എൻ്റെ പൊന്നുമോനെ ഒന്ന് മനസ്സിലാക്കാമായിരുന്നു. എൻ്റെ പൊന്നുമോനെ ഈ 17 വയസ്സ് വരെ അമ്മയും അച്ഛനും വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഒരുപാട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉള്ളവരാണ് ഞങ്ങൾ മാതാപിതാക്കൾ. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ വളർത്തി നിങ്ങളെ നല്ലൊരു നിലയിൽ പഠിപ്പിച്ച് കൊണ്ടുവരാമെന്ന് വെക്കുന്നത്, അതൊന്നും നിങ്ങൾ ഓർക്കാതെ ഒരു നിമിഷം എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും എൻ്റെ പൊന്നുമക്കൾ ആരും ചെയ്യരുത്. കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എന്ത് പ്രശ്നം വന്നാലും അത് ചങ്കൂറ്റത്തോടു കൂടി നേരിടാൻ പഠിക്കണം. നമ്മൾ ചങ്കൂറ്റത്തോടെ നിൽക്കണം. അതാണ് വേണ്ടിയത്. ഇനിയിപ്പോൾ ലോകത്ത് എന്ത് വന്നാലും. അപ്പോഴും ഒരു മക്കളുമാരും ഇനി അങ്ങനെയൊന്നും പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യരുത്. അത് ഭയങ്കര ഒരു സങ്കടമായിപ്പോയി എനിക്ക്. ആ അമ്മയും അച്ഛനെയാണ് ഞാൻ ഓർത്തത്. ജീവിതത്തിൽ ഒരിക്കലും ഇനി അവർക്കൊരു സമാധാനം കിട്ടത്തില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നതിന് തുല്യമാണത്. നമ്മൾ മരിക്കും വരെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് നമ്മൾ അനുഭവിക്കത്തില്ല. അതാണ്. അപ്പം രാവിലെയൊക്കെ തന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെടുക എന്നൊക്കെ എൻ്റെ 2 മക്കളുമാരെയും പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കുക, ഒരു നല്ല നിലയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു പൊന്നുമക്കളുമാരും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. മക്കളുമാരായാലും വലിയവരായാലും എന്ത് പ്രശ്നം വന്നാലും അത് നേരിടുക. പിന്നെ ഇന്ന് നമ്മുടെ ഫെബ്രുവരി 14 തീയതി ആണ്. അപ്പോഴേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കുഞ്ഞിൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. അപ്പോൾ എൻ്റെ പൊന്നുമോക്ക് അക്ഷര വിനോദ എന്നാണ് മോടെ പേര്. മോക്ക് 1000 പിറന്നാൾ ആശംസകൾ ആൻറ്റിയുടെ. ഇത് ഫെബ്രുവരി 5 തീയതി എന്നോട് പറഞ്ഞതാണ്. ഞാൻ അത് ഓർത്ത് വെച്ചിരുന്നത് കേട്ടോ. അപ്പോഴെല്ലാവരും എൻ്റെ പൊന്നുമക്കളെല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുക. ആരും ഒന്നും നല്ലത് മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവുക. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.